ഞാൻ 2025 റിവ്യൂ പറയാം. എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലൈഫാണ്. കാരണം വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് ഈ വർഷം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ തുടങ്ങണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, ആൻഡ് എൻ്റെ ഡാൻസ് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ കുറേ കാര്യങ്ങൾ, പുതിയ പുതിയ കോഴ്സ് കാര്യങ്ങളെടുത്ത് പഠിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. സോ ഒന്നും പുതിയതായിട്ട് അച്ചീവ് ചെയ്യാനില്ലെങ്കിൽ എന്തോ എനിക്ക് ഈ ഒരു വർഷം ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തൊരു വർഷമാണ്. ഒരുപാട് നല്ല മൊമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കിട്ടിയൊരു വർഷമാണ് എനിക്ക് 2025. സത്യം പറഞ്ഞാൽ ഈ വർഷം ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് മനസ്സിൽ നല്ല വിഷമമുണ്ട്. മേ ബി ഈ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അച്ചീവ്മെൻറ്റ് എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ നെക്സ്റ്റ് 2026 ആയിരിക്കും. ഞാൻ എല്ലാ വർഷവും ഈ ന്യൂ ഇയറിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ റെസൊല്യൂഷനൊക്കെ എഴുതുമ്പോൾ വിചാരിക്കും ഈ വർഷം സക്സസ് ആവണം, ഇതാവണം. പക്ഷേ അത് എല്ലാ കൊല്ലവും നടക്കാറില്ല. പക്ഷേ 2025 ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയതിൽ ഒരു 50% എനിക്ക് തുടങ്ങാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടും നെക്സ്റ്റ് ഇയറോടുകൂടി അതെല്ലാം എനിക്ക് എന്താ പറയുക ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് എനിക്ക് നെക്സ്റ്റ് ഇയർ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.